സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയണം. അതിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. നമുക്കറിയാം നമ്മുടെ കേന്ദ്രമന്ത്രിയുള്ള സുരേഷ് ഗോപിയുടെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് ന്യൂസുകളിലും ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ കാണുന്നതാണ്. അതിൽ മോശമായിട്ടും നല്ലതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതലും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, മോശമായിട്ടുള്ള പരാമർശങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും എല്ലാം നമ്മൾ എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് റോസ്റ്റിംഗ് ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ റിയാക്ഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയറിനെ പറ്റി ഞാനൊന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വേടനും അതേപോലെ തന്നെ അരുൺകുമാറുമായിട്ടുള്ളൊരു ചാനൽ ചർച്ചയിൽ, കോഫി വിത്ത് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ചാനൽ ചർച്ചയിൽ വേടൻ പറയുകയുണ്ടായി, തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റി ഈ പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ ജയിച്ചതിൽ, അങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനൊരു പൊങ്കാല ഇടാനായിട്ട് ഒരു കൂട്ടം ആളുകൾ വന്ന് വേടനെതിരെ ഭയങ്കര പൊങ്കാലയിടിയിലും വേടനെ കുറ്റം പറച്ചിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കമന്റ് ബോക്സ് നിറയെ വേടൻ എന്ന് പറയുന്ന കഞ്ചാവോളിക്ക് ഇതിനെപ്പറ്റി എന്തറിയാം, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണ്, അയാളെ പറ്റി വേടൻ എന്തറിയാം, വേടൻ എന്ത് തേങ്ങയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ വേടൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ വേടൻ എടുത്ത് പറഞ്ഞത് തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റിയെന്ന് വേടൻ പറയാനുണ്ടായ കാര്യം, നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അവസ്ഥകൾക്കെതിരെയാണ് നിലകൊള്ളുന്നത്. ആ അവസ്ഥകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ഇനിയുള്ള ആളുകൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനിയുള്ള തലമുറ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മുന്നിലേക്ക് വെച്ചുകൊണ്ട് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായിട്ടും ശബ്ദമില്ലാത്തവൻ്റെ രാഷ്ട്രീയമായിട്ടും അവരുടെ പ്രതികരണമായിട്ടും ആ രീതിയിലാണ് വേടൻ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്ന വേടൻ ഈ സമൂഹത്തിൽ ഉന്നത കുലജാതനാവണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? സുരേഷ് ഗോപി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉന്നത കുലജാതന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എന്നെ പോലുള്ള ആളുകൾ വേണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതല്ലാതെ വേറൊരു വീഡിയോയിൽ പറയുന്നത്, പൂണൂലിട്ട വർഗ്ഗമായിട്ട് എനിക്ക് ജനിക്കണം, എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം, പൂജകൾ ചെയ്യാൻ പറ്റണം, അയ്യപ്പനെ എനിക്ക് സേവിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള രീതിയിലും അയാൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ സുരേഷ് ഗോപിയുടെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ഇങ്ങനെ സോഷ്യലി പബ്ലിക്കലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം മറ്റുള്ള ആളുകൾ അത് ഏതൊക്കെ രീതിയിൽ എടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് വളരെ വിഡിത്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാതൃകയാകേണ്ട ഒരു വ്യക്തി, കേന്ദ്രമന്ത്രിയും കൂടി ആയിട്ടുള്ളൊരു വ്യക്തി ഇങ്ങനെ വന്നിരുന്നിട്ട് ഇത്രയും ലോകപരിചയമുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ആളുകൾ എടുത്ത രീതി രണ്ട് രീതിയിൽ എടുത്തവരുണ്ട്. പോസിറ്റീവിലി എടുത്തവരുണ്ട്, നെഗറ്റീവിലി എടുത്തവരുണ്ട്. നെഗറ്റീവാണ് കൂടുതലും. കാരണം അങ്ങനെ പറയാൻ പാടില്ല. അത് ജാതി വിരുദ്ധത പറഞ്ഞ് പരത്തുന്ന ഒരു രീതിയിലാണ് അത് പോകുന്നത്. നമ്മൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വേടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാണ്, അല്ലെങ്കിൽ വേടൻ്റെ പൊളിറ്റിക്സ് വ്യക്തമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ പറഞ്ഞത്. അത് തന്നെയാണ് സത്യം. വേടൻ്റെ സുരേഷ് ഗോപിയുടെ പല വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. തള്ളി മാറ്റുന്നതും, കാലി പിടിക്കാൻ വരുമ്പോൾ പുച്ഛത്തോടെ നോക്കുന്നതും, പിന്നെ അകറ്റി നിർത്തുന്നതും, കൈ കൊടുക്കാതിരിക്കുന്നതും, വീഴാൻ പോയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കൊണ്ടിരുന്ന സമയത്ത് ആ കൈ വിട്ട് കളയുന്നത്, തട്ടി മാറ്റുകയാണ്, എടുത്തുകൊണ്ട് പോടാ എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാനുണ്ടായ പ്രധാന കാരണം, വേടനെ ഇപ്പോൾ ഈഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന വേടൻ ഈ ഒരു പരാമർശം നടത്തുന്നുണ്ട്. കഞ്ചാവോളി ഈ സുരേഷ് ഗോപിയെ കളിയാക്കി, ഇവനെന്ത് അധികാരമാണ്, അല്ലെങ്കിൽ ഇവൻ എന്ത് അവകാശമാണുള്ളത്, ഈ പറയുന്ന ഈ ദരിദ്രന് അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവന് ഈ സുരേഷ് ഗോപിയെ പറയാൻ എന്ത് അധികാരമാണുള്ളതെന്ന് പറഞ്ഞിട്ട് സംഘിക്കുട്ടന്മാരുടെ മെഴുകളൊക്കെ ഉണ്ട് കമന്റ് ബോക്സിൽ. അത് ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം. ഇനി സുരേഷ് ഗോപിയെ പറ്റി ഞാൻ പറയാൻ വന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്ത് വീട്ടിൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ കുടുംബത്തിലെ 5 സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജപ്തി നോട്ടീസ് പഠിച്ച് വീടിന്റെ ഡോർ ലോക്ക് ചെയ്ത് അതിന് സീലും വെച്ചിട്ട് പോയ ഈ പറയുന്ന മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിലെ തന്തയ്ക്ക് പിറക്കാത്തവന്മാരുടെ പരിപാടി നമ്മൾ കണ്ടാണ്. മുത്തൂറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സമയത്ത് ഒന്നുമല്ലാതിരുന്ന ഒരു കമ്പനി പിന്നെ ഈ പറയുന്ന മൈക്രോ ലോണ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഹൗസിംഗ് ലോൺ, അങ്ങനെ ഒരുപാട് ലോണുകൾ കൊടുത്ത് കയറി വന്നിട്ട് തന്തയെ കണ്ടിട്ടില്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിൽ 5 സ്ത്രീകളാണ്. അവരൊരു സാവകാശം ചോദിച്ചു, 4 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നിടത്ത് ഒരു സാവകാശം ചോദിച്ചിട്ട് അവർക്കത് കൊടുക്കാതെ 5 ലക്ഷം രൂപയാക്കി പലിശയും കൂട്ടി അവരെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. പാതിരാത്രിയിൽ ആ 5 പേരെയും 5 സ്ത്രീകളെയും ഇറക്കി വെളിയിലിരുത്തി വീടും പൂട്ടിയിട്ട് പോയ തന്തയില്ലാത്തവന്മാരെ വേറെ എന്ത് നമ്മൾ പറയണം? അങ്ങനെ ചെയ്തിട്ട് ഒരു സാവകാശം ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ അവന്മാർ തയ്യാറായില്ല. സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാൻ തയ്യാറായില്ല. ആ ഒരു കാശ് വലിയൊരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള മുത്തൂറ്റ് ഈ പരിപാടി ചെയ്യുമ്പോൾ കാശുള്ളവൻ്റെ അടുത്ത് ഒന്നും ഇവന്മാർക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ല. ഒന്നും ഇല്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു ലോണും എടുത്ത് പിന്നീട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, ഒരവസരത്തിൽ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള പേരിൽ അവരെ അടച്ചു പൂട്ടി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവരെ പുറത്തിറക്കി പെരുവഴിയിലാക്കി നിർത്തുന്ന ഈ ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തിയോട് യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ DYFI പ്രവർത്തകരും അത് നല്ല രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, തമ്മിൽ തല്ലുന്നു, പാർട്ടിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന കാലഘട്ടത്തിൽ ഈ ഒരു വാർത്ത ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമായി. കാരണം ഈ പാർട്ടിയിൽ ഇപ്പോൾ DYFI ആണ്, യൂത്ത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ BJP
BJP ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊലപ്പെടുത്താൻ നടക്കുന്ന ഒരു സമയത്ത് ഇവർ ഒത്തുചേർന്നുകൊണ്ട് ഒരു സമൂഹത്തിൽ നടന്നൊരു വിഷയത്തിനെതിരെ അല്ലെങ്കിൽ അവിടെ നടന്നൊരു കൊള്ളരുതായ്മയ്ക്കെതിരെ അവർ പ്രതികരിച്ചുകൊണ്ട് ആ വീടിൻ്റെ താഴ് അവർ അടിച്ചങ്ങ് പൊട്ടിച്ചു. അതായത് ഈ ബാങ്കുകാർ വന്ന് സീൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ താക്കോലിട്ട് പൂട്ടിയ ആ താഴ് അവർ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആ അമ്മയോടും ആ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളോട് ഇവർ പറയുകയുണ്ടായി, നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് കയറും, നിങ്ങൾ പെരുവഴിയിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല, അല്ലെങ്കിൽ നിങ്ങൾ പെരുവഴിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നാളെ നേരം വെളുക്കട്ടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരോട് മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവർ വന്നിട്ട് ലോക്ക് തുറന്നോളും, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ്, ഞങ്ങൾ DYFI ആണെന്ന് പറഞ്ഞുകൊണ്ട് മുഖം പോലും മറയ്ക്കാതെ അവർ ആ പ്രവൃത്തി ചെയ്തു. ആ അമ്മയും ആ സഹോദരങ്ങളെയൊക്കെ അവരകത്തേക്ക് കയറ്റി. അതിന് പിന്നാലെ നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു കോള് വന്നു, അതിൽ അടയ്ക്കാനുള്ള മുഴുവൻ തുകയും ഞാൻ അടച്ചോളാം, നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് താമസിക്കാം, നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആർക്കും ഒരു വിരോധമില്ല. കാരണം പണ്ട് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ മനുഷ്യത്വം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞത്. അയാൾ സിനിമയിൽ എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അയാളുടെ ഒരു റിയൽ ലൈഫിൽ അയാൾ എങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരനെ കണ്ടാണ്. ഇന്നത്തെ കാലത്തിലുള്ള തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ലായിരിക്കാം. അയാൾ മുന്നിൽ വന്നിരുന്ന് കരയുന്ന ആർക്കും അല്ലെങ്കിൽ വിഷമങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അയാൾ തന്നെ ഒരു വലിയൊരു ആശ്വാസമായിട്ട്, അത് കാശാണെങ്കിൽ കാശ്, അങ്ങനെയുള്ള ഏതൊരു രീതിയിലും അദ്ദേഹം സഹായിക്കാൻ തയ്യാറായെന്ന് അദ്ദേഹം സഹായിച്ചിട്ടുമുണ്ട്. അത് നമ്മൾ പലരും കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കൊരു വിദ്വേഷമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടാണ് എനിക്ക് എതിർപ്പ്. അത് വേടം പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം വേണ്ട രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അയാൾ നിലപാടുകൾ എടുക്കുന്നില്ല. ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അയാൾ അടിമയെ പോലെ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തി, ഞാൻ ആദ്യം തന്നെ ആ ഒരു വാർത്ത പ്ലേ ചെയ്യുന്നതിന് മുൻപായിട്ട് യൂത്ത് കോൺഗ്രസും DYFIയും ഒരേപോലെ ചേർന്ന് നിന്നുകൊണ്ട് ആ അമ്മയും സഹോദരങ്ങളെയും വീട്ടിലേക്ക് കയറ്റാനായിട്ട് കാണിച്ച ഒരു പ്രവൃത്തി എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് സുരേഷ് ഗോപിയുടെ ആ ഒരു കോളും അതേപോലെ സുരേഷ് ഗോപിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നും കേട്ടു നോക്കാം. നിങ്ങൾ ആരാണ്? അല്ല ചേട്ടാ, ഇതിപ്പോ നിയമപരമായി തുറക്കാൻ ഇത് 10 മണിക്കൂറോളമായി. പറയൂ നമ്മുടെ ചെറുപ്പക്കാരോട്. നിയമപരമായി തുറക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാണെന്ന് നിങ്ങൾ പറയൂ. നിയമപരമായി തുറക്കാൻ ഇവിടുത്തെ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണിത്. ബാങ്ക് ഈ പൂട്ട് തല്ലിപ്പൊളിക്കുകയാണ് ഇവർ. ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവര് ചെറുപ്പക്കാര് അവരെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. പറഞ്ഞു ഇത് ബാങ്ക് ഇത്ര വൈകേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രശ്നമില്ല, ഞാൻ അറിയാത്ത വൈകി പോയി. ആരും കിട്ടിയോ? നിങ്ങൾ കുഴപ്പമില്ല, വൈകിയൊക്കെ പിന്നല്ലേ. ഗോപാലുണ്ട്. ഗോപാൽ വീട് തുറന്നു കൊടുത്തു. നാട്ടുകാര് അവിടുത്തെ ചെറുപ്പക്കാരാണ് വീട് തുറന്നു കൊടുത്തത്. എനിക്കൊന്നിനി ആ ഫ്യൂസും കൂടി ഇട്ട് കൊടുത്തത്. അവിടെ കറണ്ട് ഉണ്ടോ ഗോപാൽ? കറണ്ട് ഉണ്ട് ഡോക്ടർ അരുൺ. ഇപ്പോൾ ഇവിടുത്തെ DYFI യൂത്ത് കോൺഗ്രസും DYFI പ്രവർത്തകരും തുറന്നത്. ഇവർ അത്യന്തം രോഷാകുലരായി ഇവിടെ കണ്ടില്ലേ. DYFIയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അവരുടെ ഉള്ളിലുള്ള തീ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരു മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ വേണം യുവജനത. അല്ലെങ്കിൽ ഈ ചുമ്മാ അങ്ങോട്ട് വേണം തല്ലി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചാവാതെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കാൻ അവർക്ക് നല്ലൊരു നിമിഷങ്ങൾ സമ്മാനിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്നൊരു തലമുറയായിരിക്കണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. അവർ ചെയ്തൊരു നല്ല പ്രവൃത്തി തന്നെയാണ്. അതിന് പിന്നാലെ അമ്മയുടെ വിഷമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും നട്ടപ്പാതിരാത്രിയിൽ ഈ പെൺകുട്ടികളുമായിട്ട് വെളിയിലിരിക്കേണ്ടി വരുന്നൊരു അവസ്ഥ, ആ ഒരു വിഷമകരമായ അവസ്ഥ ഒന്നുമില്ലാതായി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതാക്കി കളഞ്ഞ ഈ ബാങ്കുകാർ കാണിച്ച തന്തയില്ലായ്മ ആ അമ്മയുടെ ആ വിഷമങ്ങളിൽ ആ അമ്മയുടെ കണ്ണുനീരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ണുനീര് മനസ്സിലാക്കിയ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം വിളിച്ചിട്ട് എല്ലാ പണവും അടയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയും അതിന് ബാങ്കുകാർ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രി അത് അടയ്ക്കാൻ സാധിച്ചിരുന്നുമില്ല. അപ്പോൾ അതിനുശേഷം റിപ്പോർട്ട് ചാനലിൻ്റെ ഓഫീസിലേക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിത് പണം അടയ്ക്കാൻ തയ്യാറാണ്, അവരെ വിളിച്ച് അറിയിക്കുക, അത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സുരേഷ് ഗോപി എന്താണ് പറഞ്ഞതെന്നുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അരുൺ, ഞാനിപ്പോ അത് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോട് സുരേഷ് ഗോപി MP എന്നെ വിളിച്ചു. MP അല്ല, കേന്ദ്രമന്ത്രി ഇപ്പൊ എന്നെ വിളിച്ചു. അവരോട് ഇപ്പോൾ തന്നെ ആ പേയ്മെന്റ് എത്രയാണെന്ന് പറയൂ, അത് അടയ്ക്കാൻ അദ്ദേഹം റെഡിയാണ് എന്ന് ഇപ്പൊ എന്നോട് അദ്ദേഹം വിളിച്ച് പറയുകയുണ്ടായി. അത് മാത്രം എന്തൊരു കഷ്ടമാണ് അരുൺ ഇതുപോലെയുള്ള ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പാവങ്ങളോടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്ര വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവർക്കൊന്നും മനസാക്ഷി ഇല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ എത്രയോ വിഷമത്തോടുകൂടി കാണുന്നത്. നമുക്ക് കാണുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ തുകയാണ്. പക്ഷേ ആ ബാങ്കിനെ സംബന്ധിച്ച് അത്ര വലിയൊരു തുകയല്ലല്ലോ. അവർക്ക് സാവകാശം കൊടുക്കാനും കുറച്ചുകൂടി സാവകാശം കൊടുക്കാനും ഒക്കെ ഒരു സമയം അവർക്ക് എടുക്കാമായിരുന്നു. മാത്രമല്ല അത് മറ്റുള്ളവർ
അവരുമായിട്ട് ചർച്ച ചെയ്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആളുകളൊക്കെ സഹായിച്ചേനെ. ഇത് പെട്ടെന്ന് വന്നത് ജപ്തി ചെയ്ത് പോകുന്നു, അവരുടെ വസ്ത്രങ്ങൾ പോലും എടുക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടികളല്ലേ ഇരിക്കുന്നത് അല്ലേ ആൻഡ്രോ അഗസ്റ്റിൻ? അതെ, നമ്മുടെയൊക്കെ കാണുമ്പോൾ നമ്മുടെ അമ്മമാരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ. കാരണം ഇവർക്ക് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരൊന്നും മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി മന്ത്രിയുടെ കോൾ വരുന്നത് എനിക്ക്. അത് ചെയ്തു ഇപ്പോൾ തന്നെ അത് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ തിരുവനന്തപുരം യൂണിറ്റിലുള്ള വാഹനങ്ങളും പിന്നെ സംവിധാനങ്ങളും ഞാൻ TV പ്രസാദിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര എമൗണ്ട് ആയാലും നമ്മൾ നാളെ രാവിലെ ബാങ്ക് തുറക്കുന്നതോടുകൂടി അടയ്ക്കും. ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാണെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്രയാണോ തരുന്നത് അത്രയും പണം അടയ്ക്കാൻ തയ്യാറാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഷോർട്ടേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ടർ TV അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഈ മനുഷ്യന്റെ കണ്ണ് നിറയുന്നത് കാണുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് അദ്ദേഹം കാണിച്ച മനസ്സിൽ വലിയ നന്ദി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു തന്നെയാണ് സത്യം. അങ്ങനെ ഒരു കണ്ണ് നിറയുന്ന അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, എനിക്കിത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അവർക്ക് സഹായമായിട്ട് മുന്നിലേക്ക് വന്നതെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ പറയുന്ന ജാതിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്ന സമയത്തും ഇതിലെല്ലാം അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു 100 കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരൊറ്റ കാര്യം മതി അതിനെയെല്ലാം തുടച്ചു നീക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപി കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ആരും വലിയ പുണ്യാത്മാവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വന്തം നിലയും വിലയും ഒക്കെ ഒന്ന് ഓർത്തിട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി എടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സിന് ഒരുപാട് സന്തോഷം, ആ ഒരു അമ്മയ്ക്കും കുടുംബത്തിനുമൊക്കെ വലിയ സന്തോഷമായിരിക്കും. അവരുടെ ജീവിതകാലം മുഴുവനും അവർ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ടാവും സുരേഷ് ഗോപി സാർ. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്നേഹം എന്ന് പറയുന്നത് ആ അമ്മയുടെയും ആ മക്കളുടെയൊക്കെ കണ്ണുനീര് അല്ലെങ്കിൽ അവരുടെ സ്നേഹം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കുന്നതിലല്ല, എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലാണ്. വലിയ ഒന്നും വേണമെന്നല്ല, വലിയ പണം വേണമെന്നല്ല, അവർക്കൊരു സഹായമായിട്ട് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് രാഷ്ട്രീയ നേതാവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യം തന്നെയാണ്.